രാവിലെ തന്നെ നല്ല മഴയാണ്, മഴ പിടിച്ച പോലെയാണ്. അപ്പൊ നമുക്ക് കോഴിക്ക് കുറച്ച് അസോള കൊടുക്കണം. അതാണ് നമ്മൾ അസോള ടാങ്ക്. അപ്പൊ അതിന് കുറച്ച് അസോള എടുക്കുകയാണ്. അസോള ടാങ്കിന്റെ മുകൾ ഭാഗത്തായിട്ട് ഉമ്മ ബീൻസിന്റെ വള്ളി പടർത്തിയിരുന്നു. അതാണിത്. അപ്പം അത്യാവശ്യം ബീൻസ് ഉണ്ട് ഇതിലൊക്കെ. അപ്പൊ ബീൻസിൽ പന്തൽ പോലെ പടർത്തിയാണ്. അപ്പം എന്നും ഞങ്ങൾ അസോള വാഴുന്നുണ്ട്. പക്ഷെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട്, മഴ തുടങ്ങിയതല്ലേ, അസോള കുറച്ച് നശിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ കോഴിക്കുള്ളത് വാരി എടുത്തിട്ട് ബാക്കി അസോള എന്തായാലും വേണ്ടില്ല കുറച്ച് വിത്തിന് മാറ്റി വെക്കണം. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ അസോള പെട്ടെന്ന് നശിച്ചു പോകും. അപ്പൊ ഇന്നലെ മുതലേ തന്നെ മഴ ശക്തമായതുകൊണ്ട് ഇനി മഴ പിടിച്ച പോലെയാണ്. അപ്പം കോഴിക്കുള്ളത് വാരി എടുത്തിട്ട് കുറച്ച് അസോള നമ്മൾ വിത്തിനായിട്ട് മാറ്റി വെക്കണം. മഴ കൊള്ളാത്ത ഒരു ടാങ്കിലേക്ക് ഇട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അസോള കിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പെട്ടെന്ന് കോഴിക്കുള്ളത് വാരി എടുക്കട്ടെ. കോഴിക്ക് വേണ്ടി ഇത്രയും അസോള എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നശിച്ചു തുടങ്ങുക. ഇങ്ങനെ പൂപ്പൽ വന്നിട്ട് ഇത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നശിക്കും. ആദ്യം ഇങ്ങനെ തുടങ്ങും ചെറിയ രീതിയിൽ, പിന്നെ പൂർണ്ണമായിട്ട് നശിച്ചു തുടങ്ങും. അപ്പൊ കോഴിക്കുള്ളത് എടുത്തിട്ട് ഇനി കുറച്ച് വിത്തിന് എടുക്കണം. ഇങ്ങോട്ടൊക്കെ നല്ല അസോള ഉണ്ട്. പക്ഷെ ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ അസോള നശിച്ചു തുടങ്ങും. മഴക്കാലത്ത് എന്താണെന്നറിയില്ല, നമ്മൾ വെള്ളത്തിന് pH മാറുന്നതുകൊണ്ട് എന്താ അറിയില്ല, പെട്ടെന്ന് നശിച്ചു. നമ്മൾ എത്ര വളം കൊടുത്തിട്ടും കാര്യമില്ല, പെട്ടെന്ന് തന്നെ അസോള നശിച്ചു പോകും. അപ്പം വിത്തിന് വേണ്ടി ഇതിനൊരു ഫുള്ളായിട്ട് വിത്തിന് എടുക്കണം. എന്നാൽ മാത്രമേ മഴക്കാലത്ത് നമുക്ക് ഇത് റെഡിയാക്കി ചെയ്യാം. എപ്പോഴും ഞങ്ങളെടുത്ത അസോള മഴക്കാലത്ത് ആദ്യമൊക്കെ നശിച്ചു പോകും. ഞങ്ങൾക്ക് ഇത് എന്താ കാരണം എന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ എവിടെന്നെങ്കിലൊക്കെ പിന്നെ വേനൽക്കാലം ആകുമ്പോൾ കൊണ്ടുവരില്ല. അപ്പം ഇപ്പൊ 2 വർഷമായിട്ട് നമുക്കിത് മനസ്സിലായി, മഴക്കാലത്താണ് ഇത് പോകുന്നത്, മഴവെള്ളം തട്ടുമ്പോഴാണ്. നമ്മൾ ഇതുപോലെ വിത്തിന് മാറ്റി വെച്ചിട്ട് വേനലാകുമ്പോഴത്തേക്കും ഇനി 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ മഴ നല്ല കൂടുതലാണെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവില്ല, വെറും വെള്ളം മാത്രമായിരിക്കും, ഫുൾ അസോളി നശിച്ചു. നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ട് വേനലാകുമ്പോൾ ഈ ടാങ്കിലേക്ക് മാറ്റില്ല ചെയ്യുന്നത്. ഇത് നമ്മൾ 6x4 ഷീറ്റ്, അസോളയുടെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിരുന്നു, അസോള കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പം ഇത് വിത്തിനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കോഴികൾക്ക് കൊടുക്കാം, ബാക്കിയുള്ളത് നമുക്ക് വിത്തിനായിട്ട് മറ്റേ കുളത്തിൽ കൊണ്ടുവരാം. നമ്മൾ കോഴികൾക്ക് അസോള ഇട്ട് കൊടുക്കുകയാണ്. കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റെല്ലാ തീറ്റകളുണ്ടെങ്കിലും കോഴികൾ അസോള കൊടുക്കുമ്പോൾ ഇതുപോലെ വേഗത്തിൽ വന്ന് കഴിക്കും. ഇന്ന് വേറെ തീറ്റകളൊക്കെ ഇട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് സ്പീഡ് കുറവ്. എന്നാലും അസോള തെരഞ്ഞെടുത്ത് കഴിക്കുക. നമ്മൾ ഈ വിത്ത് വെച്ച അസോള പോളിയോസിലെ ടാങ്കിലാണ് ഇടുന്നത്. പോളിയോസിൽ നമ്മൾ ഗപ്പി വളർത്താനായിട്ട് ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തത് 6x4 ടാങ്ക് തന്നെ. അപ്പൊ അതിലിടാം. അതാകുമ്പോൾ മഴക്കാലത്ത് മഴയും തട്ടില്ല, ഇന്ന് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കും. ഇതിൽ ഇതുപോലെ ഇട്ടാൽ ഇനി അസോള നമ്മൾ ആവശ്യത്തിന് പെരുകി കിട്ടും. അപ്പൊ അസോള കൃഷി ചെയ്യുന്നവരൊക്കെ മഴക്കാലാവുന്ന സമയത്ത് ഇതുപോലെ ശ്രദ്ധിക്കണം. നല്ല മഴ വന്നു കഴിഞ്ഞാൽ അസോള നശിച്ചും, വെള്ളത്തിന് pH മാറുന്നതുകൊണ്ടാണ്. അപ്പം pH മാറാത്ത, അതുപോലെ മഴവെള്ളം തട്ടാത്ത നല്ല വെള്ളത്തിൽ ഇതുപോലെ അസോള ഇട്ടാൽ നമുക്ക് അസോള മഴക്കാലത്ത് സംരക്ഷിക്കാം. വേനൽ നമുക്ക് പുറത്ത് തന്നെ ടാങ്കിലൊക്കെ ചെയ്യാവുന്നതാണ്.